ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പ് ആചരണം കൊണ്ടുള്ള ആവശ്യം എന്താണ്? ആത്മാവിന്റെ പരിപോഷണത്തിന് ശരീരം വിശുദ്ധീകരിക്കപ്പെടണം. ഒരു റാന്തൽ വിളക്കിൽ അതിന്റെ തിരിയും ഗ്ലാസും എങ്ങനെയോ അതുപോലെയാണ് ആത്മാവ് എന്ന തിരി പ്രകാശപൂരിതമാകണമെങ്കിൽ ശരീരം എന്ന ഗ്ലാസ് നിരന്തരം വൃത്തിയാക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അനുദിന ജീവിതത്തിൽ പാപ സ്വാധീനം നമുക്കുണ്ടാകുന്നതിനാൽ ആത്മാവിന്റെ ഫലം പ്രകടിപ്പിക്കുവാൻ കഴിയാതെ പോകും. അതിനാൽ ആത്മപ്രകാശത്തിനായി ശരീരത്തെ വിശുദ്ധീകരിക്കാൻ നോമ്പ് ആവശ്യം. നോമ്പുകാലം പല വിധത്തിൽ നമുക്ക് അർത്ഥപൂർണമാക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. നോമ്പുകാലം അനുതാപത്തിന്റെ കാലമാണ്. നോമ്പുകാലം കരയുന്ന കാലമാണ്. നോമ്പുകാലം ആസക്തി വെടിയുന്ന കാലമാണ്. നോമ്പുകാലം രുചി വെടിഞ്ഞ് രുചി പകരുന്ന കാലമാണ്. നോമ്പുകാലം തൃപ്തിയുടെ കാലമാണ്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച ഒരു അത്ഭുത സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 8-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: യേശു നൽകിയ അപ്പം ഭക്ഷിച്ചവർക്ക് തൃപ്തി വന്നു. അത്ഭുതങ്ങൾ ദൈവത്തിന്റെ കനിവായി പിറക്കേണ്ടുന്ന നാളുകളാണ് ഓരോ നോമ്പുകാലം. ദരിദ്രരുടെയും വിജാതീയരുടെയും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, വംശീയ വ്യത്യാസങ്ങളുടെ ഇടമായ ഗലീലയിൽ ആരംഭിക്കുന്ന യേശുവിന്റെ പ്രവർത്തനം വിജാതീയർക്ക് ദൈവിക രക്ഷണ പദ്ധതിയെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇവിടെ ഒരു ചിന്ത മാത്രം പങ്കിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. തൃപ്തികരമായ ഒരു അത്ഭുത പ്രവൃത്തി. കർത്താവിന്റെ മനസ്സലിവ് അപ്പമായി രൂപമെടുത്ത അത്ഭുതം പൂർണ്ണമായത് തൃപ്തി എന്ന അനുഭവത്തിൽ അത് പര്യവസാനിച്ചപ്പോഴാണ്. മരുഭൂമിയിൽ അപ്പം മതിയായിരുന്നില്ല എല്ലാവർക്കും തൃപ്തി വരുത്തുവാൻ. എന്നാൽ അവർ തിന്നു തൃപ്തരായി എന്ന് രേഖപ്പെടുത്തി. അതിരുകളിൽ നടക്കുന്ന വചനഘോഷണം തൃപ്തിയുടെ അത്ഭുതത്തിന് വഴി തുറന്നു. സമൃദ്ധിയുടെ ജീവിത അനുഭവത്തിൽ നിൽക്കുന്നവർക്കും സമൃദ്ധമല്ലാത്ത ജീവിതത്തിൽ തൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർക്കും ഒരേ അത്ഭുതം തൃപ്തി വരുത്തുന്നു. തൃപ്തിയില്ലായ്മയുടെയും രുചിഭേദങ്ങളുടെയും അരുചികളുടെയും ലോകത്തിൽ ഏവർക്കും ഒരുപോലെ തൃപ്തിയുടെ അനുഭവം നൽകപ്പെടേണ്ടുന്ന നാളുകളാണ് നോമ്പിന്റെ കാലം. ദൈവം നമ്മെ സഹായിക്കും.